ഇന്ന് നമ്മൾ ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത്. എരിവും കുറച്ച് മധുരവുമുള്ള ഈ ഇഞ്ചിക്കറി സദ്യ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട വിഭവമാണ്. ഇഞ്ചിക്കറി തയ്യാറാക്കാൻ ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായാൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അരിഞ്ഞു വന്നപ്പോൾ 1 കപ്പ് ഇഞ്ചിയുണ്ട്. ഇതിന്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. ഈ ടൈമിൽ പുളി കുതിരാനിടാം. ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ പഴയ പുളി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പഴയ പുളി ഉപയോഗിക്കുമ്പോൾ കറിക്ക് നല്ല കളർ കിട്ടും. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. തണുത്തതിന് ശേഷം ഇഞ്ചി ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. ഒരു കടായി ചൂടാക്കി ഇഞ്ചി ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. കൂടെ 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് മൂത്ത് വന്നാൽ 5 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതുവരെ ഇളക്കി കൊടുക്കണം. ഉള്ളി മൂത്ത് വന്നാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചിയിൽ എരിവുള്ളതാണ്, അപ്പോൾ കൂടുതൽ എരിവായി പോകും കൂടുതൽ മുളക് പൊടി ചേർത്താൽ. പൊടികളെല്ലാം മൂത്ത് വന്നാൽ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചമ്പുളി പോലെ മധുരം മുന്നിൽ നിൽക്കില്ല ഇഞ്ചിക്കറിക്ക്. കുറച്ച് എരിവുള്ള കറിയാണ്, അതുകൊണ്ട് ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി തിളയ്ക്കണം. ഇപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരയ്ക്കുമ്പോൾ പൾസ് ചെയ്തെടുത്താൽ മതി, നല്ല പൊടി പോലെ അരച്ചെടുക്കരുത്. ഇനി ഈ കറി നന്നായി തിളച്ച് പുളി നന്നായിട്ട് വെന്ത് വരണം. ഉപ്പ് നോക്കി ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കറി തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് കട്ടിയായിട്ട് പോകരുത്. ഈ പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി. അതുപോലെ 10 ദിവസം വരെ പുറത്ത് വെച്ചാൽ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.